ശ്യാം പറഞ്ഞ പ്രകാരം ശ്യാമിന്റെ ഗുണ്ടകള് ശ്രുതിയെ തട്ടിക്കൊണ്ടു പോവാണ്. ശ്രുതിയുടെയും അശ്വിന്റെയും ഹണിമൂൺ ട്രിപ്പിനിടയിലാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു വാട്ടർഫാൾസിൽ ഇറങ്ങി ശ്രുതി ആകെ നനഞ്ഞിരിക്കുകയായിരിക്കും. ഈറനോടെ നിൽക്കുന്ന ശ്രുതിയെ നോക്കി ഒരുമാതിരി രീതിയിൽ നമ്മുടെ ശ്യാം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രീതി അത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ ശ്രുതി, നീ നനഞ്ഞിരിക്കുവല്ലേ, നിനക്ക് ജലദോഷം വരും, നീ അത് പോയൊന്ന് മാറ്റിക്കേ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പ്രീതി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിലോട്ട് ശ്രുതി പോകുന്ന തക്കത്തിലായിരിക്കും ശ്യാം വിളിച്ചു പറയുന്നത് ആ ഗുണ്ടകളോട് ഈ സമയത്ത് കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെ വായും പൊത്തി 2-3 പേര് ചേർന്ന് ശ്രുതി അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് പോവാണ്. നനഞ്ഞ ഡ്രസ്സ് മാറ്റി അശ്വിൻ തിരികെ വരുന്നുണ്ട്. ഈ സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എവിടെ? ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ ശ്രുതി എങ്ങോട്ടാ പോയത്? ആദ്യം പോയത് ശ്രുതി ആയിരുന്നില്ലേ? അപ്പോ അവൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് പ്രീതി ചോദിക്കുക. അങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കാനായിട്ട് അശ്വിനും ആകാശം പോകുന്നുണ്ട്. കൂടെ പേരിനായിട്ട് ശ്യാമും വിളിക്കുന്നുണ്ട്. അങ്ങനെ എവിടെയും ശ്രുതിയെ കാണുന്നുണ്ടായിരിക്കില്ല. ആകെ പേടിച്ച് സങ്കടത്തിലായിരിക്കും പ്രീതി നിൽക്കുന്നുണ്ടായിരിക്ക. എന്താ ഇനി ചെയ്യാ കുഞ്ഞാ, അവൾ എങ്ങോട്ടാ പോയേ എന്നൊക്കെ അഞ്ജലിയും ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് കാട്ടിലോട്ടായിരിക്കും കയറുന്നുണ്ടായിരിക്ക. തൊട്ടടുത്ത കാട്ടിലെല്ലാം വിളിച്ചു നടക്കുന്നുണ്ട് ശ്രുതി ശ്രുതി എന്ന്. കൂടെ ആകാശം പ്രീതിയും എല്ലാവരും അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കും. ശ്യാമാണെങ്കില് അവിടെ നിന്ന് ശ്രുതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആരും തന്നെ തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് കരുതിയിട്ട്. അശ്വിനാണെങ്കില് ശ്യാമിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ആ പോണ്ട എന്ന് പറഞ്ഞ ഭാഗത്തോട്ടായിരിക്കും അശ്വിൻ പോകുന്നത്. നീ എങ്ങോട്ട് പോയിട്ടും ഒരു കാര്യമില്ലടാ. എന്തായാലും ഇനി നിനക്കേ ശ്രുതിയെ കാണാൻ പോലും കിട്ടില്ല. ശ്രുതി എന്റെ മാത്ര, അവളുമായിട്ട് ഞാൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ ശ്രുതിയെ അന്വേഷിച്ച് അശ്വിൻ കാടിനുള്ളിലോട്ട് പോകുന്നുണ്ട്. എന്നാ ആകാശം പ്രീതിയും ഇതുപോലെ തന്നെ കാടിനുള്ളില് അന്വേഷിക്കുന്നുണ്ടായിരിക്കും. എന്നാ ശ്യാമിന്റെ അടുത്ത് ആകാശ് പറയുന്നുണ്ട്, ഏട്ടാ ഏട്ടൻ എന്തായാലും ചേച്ചിയുടെ അടുത്തോട്ട് പോ, ചേച്ചി അവിടെ തനിയല്ലേ എന്നും പറഞ്ഞ് ശ്യാമിനെ പറഞ്ഞു വിടാ. പ്രീതി നീയും റിസോർട്ടിലോട്ട് പൊക്കോ, ഞാൻ പോയി അന്വേഷിച്ചോളാം. വേണ്ട ആകാശേ, എനിക്ക് റിസോർട്ടിൽ പോയാലൊന്നും ഇരിക്കാൻ പറ്റില്ല, എനിക്കെന്റെ ശ്രുതിയെ എത്രയും വേഗം കണ്ടെത്തണം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞ് പ്രീതി ആകാശിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രീതിയും ആകാശും അശ്വിനൊക്കെ അന്വേഷിക്കുമായിരിക്കും. പിന്നീടായിട്ട് അഞ്ജലിയെ കൂട്ടി റിസോർട്ടിലോട്ട് പോകുന്നുണ്ട് ശ്യാം. അഞ്ജലിക്കായിട്ട് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അഞ്ജലി നീ ഈ ജ്യൂസെങ്കിലും കുടിക്ക്, രാവിലെ നീ ഭക്ഷണം കഴിച്ചതല്ലേ, ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. വേണ്ട വേണ്ട ശ്യാമേട്ടാ, എനിക്കൊന്നും വേണ്ട, ശ്രുതിയെ കണ്ടെത്താതെ എനിക്കിനി ഒന്നും വേണ്ട. നീ എന്താ പറയുന്നേ, നമ്മുടെ കുഞ്ഞു വയറ്റിലുണ്ട്, അത് നീ മറന്നോ? നീ ഇതെങ്കിലും കുടിക്ക്. വേണ്ട ശ്യാമേട്ടാ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ എന്നൊക്കെ പറയാ. എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കോ ശ്രുതിക്ക്? ഒന്നും സംഭവിക്കില്ല. ആകാശം അശ്വിനൊക്കെ അന്വേഷിക്കാൻ പോയിട്ടില്ലേ, എത്രയും വേഗം ശ്രുതിയായിട്ട് വരും, നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്യാം സമാധാനിപ്പിക്കുകയാണ്. എന്നാ മനസ്സിൽ ശ്യാം പറയുന്നുണ്ട്, ഇപ്പൊ നീ ശ്രുതിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. നാളെ നീ പറയും, എന്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ, ഭർത്താവ് എങ്ങോട്ടാ പോയേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. അവളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്നൊക്കെയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. പിന്നീടായിട്ട് കാണിക്കുന്നത് ഗുണ്ടകള് ശ്രുതിയുടെ കാലും കൈയും വായും ഒക്കെ കെട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഗുണ്ടകളാണെങ്കില് കള്ളും കുടിച്ച് പുറത്തിരിക്കുന്നുണ്ടായിരിക്കും. കാടിനുള്ളിൽ തന്നെ ഒരു വീട്ടിലായിരിക്കും ശ്രുതിയെ കെട്ടിയിട്ടിരിക്കുക. ശ്രുതിയെ മോശമായിട്ട് പെരുമാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിലൊരുത്തൻ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനേ അശ്വിൻ സായിറാമിന്റെ ഭാര്യയാ. അയാള് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഒന്നും പൊടി കാണില്ലടാ. അപ്പോഴേക്കും കൂടെയുള്ള മറ്റു ഗുണ്ടകള് ഇയാളെ വിളിക്കുന്നുണ്ട്. എടാ നീ മറക്കണ്ട, ഈ കൊട്ടേഷൻ ആരെ ഏൽപ്പിച്ചെന്ന് നിനക്കറിയാലോ, അയാളുടെ പെണ്ണാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താല് നിനക്ക് നല്ല കണക്കിന് തിരിച്ചടി കിട്ടും എന്നൊക്കെ മാറ്റി നിർത്തി പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ ശ്രുതിക്ക് ബിരിയാണിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇത് കഴിച്ചോ, ഈ ഇരിക്കുന്നു വെള്ളം, 2 കൈയും കാലും കെട്ടിയിട്ട് ഞാൻ എങ്ങനെ കഴിക്കാനാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. വായ കെട്ടിയിട്ടുണ്ടെങ്കിലും ചെറുതായി ഇങ്ങനെ ലൂസ് ടൈപ്പിലായിരിക്കും കെട്ടിയിരിക്കുക. അങ്ങനെ ഒരു സ്പൂണും ആ 2 കെട്ടിന്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കൈയിന്റെ. ഇനി ഇങ്ങനെ കോരി കഴിച്ചാൽ മതി, അല്ലെങ്കിലേ കഴിക്കണ്ട എന്നും പറഞ്ഞ് ഗുണ്ടകൾ അങ്ങ് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ടായിരിക്കുക. ഇയാൾ എന്തൊരു മനുഷ്യനാ, എന്റെ അശ്വിൻ സാറെ എന്നെ ഒന്ന് രക്ഷിക്കാൻ വന്നൂടെ, നിങ്ങൾക്ക് ഇത്ര മനസാക്ഷിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാ. അങ്ങനെ ഇരിക്കുകയാണ് ശ്യാം ഒരു കൃഷ്ണന്റെ വിഗ്രഹം കാണുന്നത്. പെട്ടെന്ന് ആ വിഗ്രഹം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക്
വിശ്വാസം ഇല്ല എന്നല്ല പറയുന്നത്. എന്നാലും അവൾക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസാ. കൃഷ്ണ, അവളെ കൈവിടരുത്. അവൾ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരണം. എന്തായാലും അവൾക്കൊരു ആപത്തും വരരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അശ്വൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു കമ്പില് ശ്രുതിയുടെ ഷോളിന്റെ ഒരു കഷ്ണം കുടുങ്ങി കിടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ അശ്വൻ ആലോചിക്കുന്നുണ്ട്, ഇതെന്ന് ശ്രുതി ഇട്ട ഡ്രസ്സല്ലേ? അങ്ങനെ വാട്ടർഫാൾസിൽ നനഞ്ഞു നിൽക്കുന്ന ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ ഡ്രസ്സിന്റെ കഷ്ണമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് പിടിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വന്ന് അതങ്ങ് പാറിപ്പോകുന്നുണ്ട്. പാറിപ്പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അശ്വനും കൂടെ പോവാണ്. അങ്ങനെ കൃഷ്ണനായിട്ട് തന്നെ ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. കള്ളും കുടിച്ച് ഗുണ്ടകളാണെങ്കിൽ ഉറങ്ങിക്കാണും. അങ്ങനെ പതിയെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. എല്ലായിടത്തും പോയി അന്വേഷിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി ഇരിക്കുന്ന റൂമിലോട്ട് ചെല്ലുന്നത്. ശ്രുതിയെ കെട്ടിയിട്ട നിലയ്ക്ക് കാണുമ്പോൾ ആകെ കൂടെ സങ്കടത്തിലാണ് അശ്വൻ ചെല്ലുന്നത്. ശ്രുതി ചെറിയൊരു മയക്കത്തിലായിരിക്കും. അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എങ്ങനെ സ്നേഹത്തോടു കൂടി നോക്കുന്നുണ്ട്. കൈയിൻ്റെ കെട്ടും വായയുടെ കെട്ടൊക്കെ അയച്ച് ശ്രുതിയെ അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഉൾക്കാട്ടിലോട്ടായിരിക്കും അവർ കയറുന്നത്. അവിടെ വെച്ച് ഒരു മൃഗം അശ്വിനെയും ശ്രുതിയെയും ആക്രമിക്കാൻ വരുന്നുണ്ട്. ശ്രുതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അശ്വൻ. അങ്ങനെ ഒഴിഞ്ഞൊരു മരത്തിന് ചുവട്ടിലായിട്ട് ശ്രുതി അങ്ങ് ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് ഇനി പറ്റില്ല, എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞ് ശ്രുതി ഇരിക്കുന്നുണ്ട്. ശ്രുതി, നീ വാ, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥല, ഇവിടെ നിൽക്കരുത്, വാ. എനിക്ക് പറ്റുന്നില്ല അശ്വൻ സാറേ, എനിക്ക് തീരെ വയ്യ. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കിനി ഒരു അടി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ അശ്വനും പറയുന്നുണ്ട്, എനിക്കും അതൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാ, ഇവിടെ ഒന്നും വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അശ്വൻ അവിടെ ഇരിക്കുക. എനിക്കും കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. എന്നാലേ ഞാൻ പോയി നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന്. അശ്വൻ സാറേ പോവല്ലേ, എന്നെ തനിച്ചാക്കി പോവല്ലേ, എനിക്ക് പേടിയാ എന്നും പറഞ്ഞ് അശ്വിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അങ്ങനെ അശ്വൻ അവിടെ ഇരിക്കുക. അശ്വിനും വല്ലാതെ തളർച്ചയുണ്ടെന്ന് കാണുമ്പോൾ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് ശ്രുതി പോകുന്നുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നേ? നീയല്ലേ എന്നോട് എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞത്, എന്നിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാ. എന്നിട്ട് ഒരു മുളയിൽ കുറച്ച് വെള്ളമായിട്ട് വരുന്നുണ്ട്. മുള വെട്ടിയ കുറ്റിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമല്ലോ, ആ വെള്ളമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അശ്വിൻ സാർ ഇത് കുടിക്ക് എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. വല്ലാത്ത പുളിരസമൊക്കെ തോന്നുന്നുണ്ട്. ഇതെന്ത് വെള്ള? ഇപ്പേ ഈ കാട്ടിൽ ഈ വെള്ളമേ കിട്ടൂ. തൊണ്ട നനയ്ക്കാൻ കുറച്ച് വെള്ളമല്ലേ വേണ്ടത്, അതങ്ങ് കുറച്ച് കുടിച്ചേക്ക്. ബാക്കി ശ്രുതിയും കുടിക്കുന്നുണ്ട്. എന്നാ നമുക്ക് നടന്നാലോ എന്നും പറഞ്ഞ് എണീറ്റ് നടക്കാൻ നേരത്ത് പെട്ടെന്നായിരിക്കും അശ്വിന് BP കൂടുന്നത്. BP കൂടി അശ്വിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അയ്യോ കൃഷ്ണ, ഇനി എന്താ ചെയ്യാ? അശ്വിൻ സാറേ ഭക്ഷണം കഴിക്കാത്തോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ആ ഗുണ്ടകൾ എനിക്ക് ബിരിയാണി തന്നപ്പോൾ കഴിച്ചാൽ മതിയായിരുന്നു. അശ്വിൻ സാർ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് അറിഞ്ഞാൽ ഞാനത് കഴിച്ച് നല്ല ശക്തിയോട് കൂടി നിന്നേനെ. പിന്നെ അശ്വിൻ സാറിനെ ഞാൻ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോയേനെ. ആര്? നീയോ എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാനോ എന്ന് പറയുന്നുണ്ട് അശ്വൻ. അശ്വനാണെങ്കിൽ പിന്നീട് നടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. തല കറങ്ങി അശ്വൻ അവിടെ ഇരിക്കുന്നുണ്ട്. അശ്വിൻ സാർ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാനായിരിക്കും ശ്രുതി പോകുന്നുണ്ടായിരിക്കുക. അവിടുന്ന് കുറച്ച് പഴം പറിച്ച് വരുന്നുണ്ട്. ഇതാ, ഇത് കഴിച്ചു നോക്ക്, എനിക്ക് അവിടുന്ന് കിട്ടിയ കാട്ടിലെ പഴയല്ലേ, കഴിക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും അശ്വിൻ സാർ കഴിക്ക് എന്നും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പൊളിച്ച് വാല് വെക്കാൻ നേരത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ലേ വേണ്ട, ആദ്യം ഞാൻ കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ പുളിയാണ് ചവർപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടാലോ, ആദ്യം ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് അശ്വിൻ സാറിന് തരാം എന്നും പറഞ്ഞ് അത് പൊളിച്ച് കഴിക്കുകയാണ്. ആ കുഴപ്പമില്ല, പുളിയുണ്ട്, ചെറിയൊരു മധുരം, ഒരു ചവർപ്പും, ഓറഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരു പഴങ്ങ് കഴിക്കുന്നുണ്ട്. പിന്നീടായിട്ട് അശ്വിന് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ശ്രുതിക്ക് തൊണ്ടയിൽ എന്തൊക്കെയോ പ്രശ്നം തോന്നുന്നുണ്ട്. അശ്വിൻ സാറേ, എനിക്ക് തൊണ്ട വേദനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അയ്യോ അശ്വിൻ സാറേ, എനിക്ക് തീരെ വയ്യ, എൻ്റെ തല കറങ്ങുന്നു. ശ്രുതി അങ്ങനെ അശ്വിൻ്റെ മടിയിലോട്ട് അങ്ങ് വീഴുന്നുണ്ട്. ശ്രുതി, നിനക്ക് എന്താ പറ്റി? കണ്ണ് തുറക്ക് ശ്രുതി എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ വിളിക്കുവാണ്.